മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇഡി റെയ്ഡ്. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ ദിവസത്തെ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തുന്നു. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, ഈ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ ഇഡി അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയത് ഇന്നലെയാണ്. ഇന്നത്തെ റെയ്ഡും വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂർ പുറത്തു വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും പരിശോധനയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നടക്കുന്നത്, വാടക വീട്ടിൽ നടക്കുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസപ്പടി കേസിലെ അന്വേഷണം റദ്ദാക്കണം, തള്ളണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഇന്നലെയാണ് കോടതി തള്ളിയത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇഡിയുടെ പരിശോധന രാവിലെ തന്നെ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ മാസപ്പടി കേസ് പുറത്തേക്ക് വരുന്നത്. CMRL നിന്നും മാസം തോറും വീണ വിജയന് പണം നൽകിയിരുന്നു എന്ന അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലടക്കം പോയതാണ്. ഏതായാലും ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിന്നീട് അന്വേഷണം നടക്കുകയും ഇപ്പോൾ ഏതായാലും പരിശോധന നടക്കുകയുമാണ് അവിടെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച CMRLനെതിരായ ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. അനു, ഈ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? വീണ വിജയൻ അടക്കമുള്ളവർ ആ വീട്ടിലുണ്ടോ? നിലവിൽ ആ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭാര്യ, മകൾ, അതുകൂടാതെ തന്നെ മകളുടെ മകൻ എന്നിവരാണ് അവിടെ ഉള്ളത്. ഇന്നിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷെ നിലവിൽ സാധാരണ ആ വീട്ടിൽ ഉണ്ടാവുക ഇവരാണ്. ഏതായിരുന്നാലും വളരെ നിർണായകമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താവുകയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരിശോധന എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചത് ഇന്നലെയാണ്. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഹർജി നൽകിയിരുന്നു. ഈ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഉത്തരവും വന്നത്.